ഹലോ എവ്രി വൺ, വെൽക്കം ടു സൗന്ദര്യ. സൗന്ദര്യയിൽ നിന്നും ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബ്രൈഡൽ വെയർ ആണ്. ബ്രൈഡൽ വെയറിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഡിസൈൻ ചെയ്ത ഒരു ബ്രൈഡൽ ബ്ലൗസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്ന് നമുക്ക് കിടക്കാം. സൗന്ദര്യയുടെ ബോക്സിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ബോക്സാണ്. സൗന്ദര്യയുടെ തന്നെ നെയിം ചെയ്ത് ഉള്ള ഗിഫ്റ്റ് ബോക്സ് ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബ്രൈഡൽ വെയർ, ബ്രൈഡൽ ബ്ലൗസ്. ഇത് ചെയ്തിരിക്കുന്നത് നല്ല സാരിയുടെ വിത്ത് ബ്ലൗസ് ആണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷനിലെ നെക്കാണ് കാണുന്നത്. ബാക്ക് നെക്കാണ് ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൽ കൊടുത്തിരിക്കുന്ന വർക്കാണിത്. ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് ബാക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും സ്ലീവിലേക്ക് വരുമ്പോൾ സ്ലീവിൻ്റെ ബോർഡറിലും വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംപ്ലീറ്റ് ബോർഡർ ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് കണക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ഡിസൈനിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും ആണ് നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നാൽ സെയിം ഡിസൈൻ ഇങ്ങോട്ടേക്ക് വീണ്ടും സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സ്ലീവിന് കംപ്ലീറ്റ് അതിനുശേഷം നമ്മളൊരു സ്പ്രെഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബൂട്ടാസിൻ്റെ ഒരു സ്പ്രെഡ് കൂടി സ്ലീവിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പോർഷനിൽ നമ്മൾ ഹാൻഡ് വർക്ക് ഹെവി ആയിട്ട് കൊടുക്കാതെ ആ പോർഷനിലെ ഡിസൈനിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് സ്റ്റോൺ വർക്കാണ് അവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ വരുന്നത്. രണ്ട് സ്ലീവിലും ആ ഒരു വർക്ക് നല്ല ഭംഗിയായി എടുത്തിട്ടുണ്ട്. സ്ലീവ് കംപ്ലീറ്റ് സ്പ്രെഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ പ്രിൻസസ് കട്ടാണ്. പാഡ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഡ് ചെയ്യാത്തത്. ഫ്രണ്ട് നെക്കിൽ റൈറ്റ് സൈഡ് മാത്രം നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമ്മൾ സാരി വന്ന് കവർ ചെയ്ത് പോകുന്ന പോർഷൻ പ്ലെയിൻ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ബ്രൈഡൽ ബ്ലൗസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേ ബ്രൈഡിന് വേണ്ടി തന്നെ നമ്മൾ മറ്റൊരു ബ്ലൗസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലൗസ് ബ്രൈഡിന് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. തലേ ദിവസം നൈറ്റിൽ വെയർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ ഡീറ്റെയിലിങ്ങിൽ വരുന്നത് അത് ബ്രൊക്കേഡ് മെറ്റീരിയൽ കൊണ്ടാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. അത് നോർമൽ ബ്ലൗസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ കട്ടാണ് വരുന്നത് അതിൽ. അതുകൊണ്ട് തന്നെ അതിന് പഫ് സ്ലീവ് കൊടുത്ത് സ്ലീവിൻ്റെ എൻ പോർഷനിൽ മാത്രമാണ് വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. സെറ്റ് സാരിക്ക് ഉടുക്കാനുള്ള ബ്ലൗസ് ആയതുകൊണ്ട് ഗ്രീൻ കളർ ബ്രൊക്കേഡാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ സ്ലീവിൻ്റെ എൻ പോർഷനിൽ വരുന്ന ബോർഡർ ഡിസൈനിലേക്ക് വരുമ്പോൾ ഹെവി ആയിട്ട് ഒത്തിരി നമ്പർ ഓഫ് ലെയേഴ്സ് കൊടുത്തുകൊണ്ടാണ് നമ്മളിതിൽ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ്സിൻ്റെ പടിയിൽ മാത്രമാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്ലൗസിനെ വളരെ സിമ്പിളായിട്ട് യെറ്റ് എലഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ബ്ലൗസിനെ ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് രണ്ട് ബ്ലൗസിൻ്റെയും വ്യൂ വരുന്നത്. പഫ് സ്ലീവാണ് ഇതിന് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇതിൽ വന്നിരിക്കുന്നത് നോർമൽ സ്ലീവും പ്രിൻസസ് കട്ടുമാണ്, ബാക്ക് ഓപ്പൺ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബ്ലൗസിൻ്റെ വ്യൂ വരുന്നത്. ഇതുപോലെയുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ബ്രൈഡൽ വെയർ ആണെങ്കിൽ കൂടി നിങ്ങളുടെ മെഷർമെൻറ്റ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ടൈപ്പ് ഓഫ് ഹാൻഡ് വർക്കുകളും സ്റ്റിച്ചിങ്ങും ചെയ്ത് നിങ്ങളിലേക്ക് ഞങ്ങളിത് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് സൗന്ദര്യ ബുട്ടിക്സ് ആൻഡ് ഡിസൈൻസിൻ്റെ FB പേജ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.